പൊന്മുടിയുടെ മന്ത്രിസഭാ പുനഃപ്രവേശനം തടഞ്ഞ നടപടിയിൽ തമിഴ്നാട് ഗവർണർക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. ഒരാളെ മന്ത്രിയാക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് ചെയ്യണം. നിയമാനുസൃതം സ്വീകരിക്കേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നാളെ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും കോടതി പറയുന്നു. ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ. ശ്യാം, രൂക്ഷ ഭാഷയിലാണിപ്പോൾ പൊന്മുടിയുടെ വിഷയത്തിൽ തമിഴ്നാട് ഗവർണറെ RN രവിയെ വിമർശിക്കുന്നത്. തമിഴ്നാട് സർക്കാരുമായി തർക്കങ്ങൾ തുടരുന്നതിനിടെയായിരുന്നു ഗവർണർ ഇക്കാര്യത്തിൽ വലിയ വിസമ്മതം കാണിച്ചതും. ഇപ്പോൾ തീരുമാനമെടുത്തില്ലെങ്കിൽ കോടതി തന്നെ ഇടപെട്ട് ഉത്തരവിടേണ്ടി വരുമെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. കെ പൊന്മുടിയെ നേരത്തെ ഹൈക്കോടതി ശിക്ഷിച്ചിരുന്നു. പക്ഷേ ഈ ശിക്ഷാവിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു. സ്റ്റേ ചെയ്തു എന്നാൽ ആ ശിക്ഷാവിധി തൽക്കാലം നടപ്പാക്കേണ്ടതില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ പൊന്മുടിക്ക് മന്ത്രിസഭാ പുനഃപ്രവേശനം സാധ്യമാണ് എന്ന നിലപാടാണ് സുപ്രീം കോടതി ഇന്ന് സ്വീകരിക്കുകയും ചെയ്തത്. ഇക്കാര്യമാണ് ഹർജിക്കാർ പൊന്മുടിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയും സുപ്രീം കോടതിയിൽ ഉയർത്തിയതും. ഈ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഡോക്ടർ RN രവിക്കെതിരെ, തമിഴ്നാട് ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ നിന്ന് ഉയർന്നത്. ഗവർണറുടെ നടപടി ഗൗരവമായി കാണുന്നുവെന്നാണ് ചീഫ് ജസ്റ്റിസ് ഡോക്ടർ DY ചന്ദ്രചൂഡ് വ്യക്തമാക്കിയത്. ഗവർണർ സ്വീകരിക്കേണ്ട നടപടി ഇതല്ല. ഒരാളെ മന്ത്രിയാക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അദ്ദേഹത്തെ മന്ത്രിയാക്കി സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ഗവർണർ ചെയ്യേണ്ടതെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ഭരണഘടനാനുസൃതമായി ഗവർണർ പ്രവർത്തിക്കണമെന്ന നിർദ്ദേശവും സുപ്രീം കോടതി നൽകുന്നുണ്ട്. നിയമാനുസൃതം സ്വീകരിക്കേണ്ട നടപടികൾ ഗവർണർ സ്വീകരിക്കണം, ഇല്ലെങ്കിൽ നാളെ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നുമാണ് സുപ്രീം കോടതി അന്ത്യശാസനം നൽകുന്നത് തമിഴ്നാട് ഗവർണർ ഡോക്ടർ RN രവിക്ക്. ഒപ്പം ഗവർണർ പദവി ആലങ്കാരികമാണ് എന്ന് ആവർത്തിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ശിക്ഷാവിധി സ്റ്റേ ചെയ്തു, അതായത് കെ പൊന്മുടിയുടെ ശിക്ഷാവിധി സ്റ്റേ ചെയ്തു എന്ന് തന്നെയാണ് അർത്ഥം. ഗവർണർക്ക് ഒരാളെ മന്ത്രിയാക്കേണ്ടതില്ല എന്ന, അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ അനുവദിക്കേണ്ടതില്ല എന്ന ഉപദേശം ആരാണ് നൽകിയത്? ആ ഉപദേശം തെറ്റാണ് എന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പറയുന്നുണ്ട്. ഒപ്പം സുപ്രീം കോടതി ശിക്ഷാവിധി സ്റ്റേ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും മന്ത്രിയാക്കാൻ അനുവദിക്കില്ല എന്നാണോ പറയുന്നത്? ഭരണഘടനാ ധാർമ്മികതയ്ക്ക് വിരുദ്ധമായാണ് മന്ത്രി പ്രവർത്തിച്ചതെന്ന് ഗവർണർക്ക് എങ്ങനെ പറയാനാകും? ഗവർണർ ഭരണഘടന അനുസരിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യും എന്നാണ് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ചോദിച്ചത്. അങ്ങനെ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് ഉണ്ടായത്. ഗവർണർ RN രവി സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുന്നുവെന്നും ഒരു ഘട്ടത്തിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ, അതായത് പൊന്മുടിയുടെ മന്ത്രിസഭാ പുനഃപ്രവേശനം ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടായേക്കും. ഇന്ന് തന്നെ ഉണ്ടായില്ലെങ്കിൽ നാളെ കടുത്ത നടപടി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് ഉണ്ടാകും എന്ന കാര്യമാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്.